നമ്മൾ വീണ്ടും അടുത്ത ഗ്യാങ്ങുമായിട്ട് തിരിക്കുകയാണ്. അവരോട് നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അവല എന്താ ചോദ്യം ചോദിക്കാൻ പോകുന്നത്? എന്തിനെ പറ്റി ചോദിക്കാം? നമുക്ക് പിള്ളേരുടെ എക്സാം പ്രിപ്പറേഷനെ പറ്റി തന്നെ ചോദിക്കാം. അതെ അല്ലേ, ഇനി 5 മാസക്കാലമേ ഉള്ളൂ നീറ്റിന് വേണ്ടിയിട്ട്. അപ്പം എന്തൊക്കെയാണ് ഇനി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ടിപ്സ്? നിങ്ങളുടെ അടുത്ത ഞങ്ങളുടെ പിള്ളേരോട്, ബ്രില്യൻറ്റിൽ ഇപ്പോൾ പഠിക്കുന്ന പിള്ളേരോട് കൊടുക്കാൻ പറ്റുന്ന ടിപ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പറഞ്ഞേ. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പം നമുക്ക് കുറേ തെറ്റ് വരും. അപ്പോൾ ആ തെറ്റുകളെല്ലാം ഏത് പോയിന്റാണ് അത് നമ്മൾ ഒരു ബുക്കിലോ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് നമ്മൾ ആ പോർഷൻ എടുത്ത് പഠിക്കുക. അപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിൻ്റെ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പം അങ്ങനെ ആകുമ്പോൾ അതിനകത്തെ മിസ്റ്റേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടിംഗ് ആണ് മെയിൻ ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ്. മെയിനായിട്ട് പറയുന്ന ലെക്ചർ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാമെന്ന് പറയും. അതേപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് നമ്മൾ വായിച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷന് ഹെൽപ്ഫുൾ ആയിരിക്കും. അതെ, ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനൊക്കെ നമ്മുടെ ലെക്ചർ നോട്ട്സ് വായിച്ചിട്ട് ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു. ഈസി ആയിട്ട് റെഫർ ചെയ്യാനും റിവൈസ് ചെയ്യാനും എല്ലാം അത് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ആ ഒരു സ്റ്റഡി പാറ്റേൺ എങ്ങനെയായിരുന്നു? നൊക്ടേണൽസ് ആയിരുന്നോ അതോ പകല് രാവിലെ വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റ് പഠിക്കുന്ന? അതെ, നമ്മുടെ സുവോളജി ഡയോണിലാണോ എങ്ങനെയാണല്ലോ? നൊക്ടേണൽ ആണോ? അതെ, എന്താണ് എന്തായിരുന്നു? ഞാൻ രാവിലെ എണീറ്റിരുന്ന് പഠിക്കുന്ന ആളാണ്. അപ്പം എനിക്ക് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് കൂടുതൽ നല്ലപോലെ മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഓരോരുത്തരുടെ പോലെ ഇരിക്കും. അപ്പം നമ്മൾ ചിലർ വൈകിട്ട് നല്ലപോലെ പഠിക്കുന്നവരുണ്ട്, ചിലപ്പോൾ രാവിലെ ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ പഠിക്കുന്നതായിരുന്നു കൂടുതൽ മെമ്മറൈസ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നു. പിന്നെ അവരുടെ ആ ഒരു റെഫറൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി പാറ്റേൺ ഇല്ലേ, ചിലർക്ക് ഹോസ്റ്റലായിരിക്കും പ്രിഫർ ചെയ്യുന്നത്, ചിലർ വന്ന് റെഫറൻസിന് ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ചിലർക്ക് ഇഷ്ടം. ഓക്കെ, എന്തായിരുന്നു നിങ്ങളുടെ മൂഡ് എന്തായിരുന്നു? അതെ, ഹോസ്റ്റൽ ലൈഫ് ആയിരുന്നു അതോ റെഫറൻസിന് വന്ന് പഠിക്കലായിരുന്നു ഏറ്റവും കൂടുതൽ? ഞാൻ ആക്ച്വലി മാന്നാൻ കീഴിലാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ ഡേ സ്കോളറായിട്ട് തന്നെയായിരുന്നു. അപ്പം വീട്ടിൽ വന്ന് മാക്സിമം അവിടെ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ തരുമായിരുന്നു. അത് മാക്സിമം റെഫർ ചെയ്യുക. പിന്നെ എക്സാംസിന് വരുന്ന ക്വസ്റ്റ്യൻസ് തെറ്റ് ചെയ്ത് എന്താണെന്ന് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യുക. അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, മന്ദനം കെ പ്രോഡക്റ്റ് ആണല്ലേ? അപ്പോ ഹോസ്റ്റലിൽ നിന്നവർക്ക് അനുഭവം എന്തായിരിക്കും? റെഫറൻസ് ആണോ അതോ ഹോസ്റ്റലാണോ? ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്തിരുന്നത്? ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത് നല്ല തന്നെ, കാരണം അവിടുത്തെ ആംബിയൻസ് വളരെ ക്വയറ്റല്ലേ ഇവിടെ. അപ്പം നല്ലതായിട്ട് അങ്ങനെ ഇരുന്ന് പഠിക്കാൻ പറ്റും. പക്ഷെ ചില സമയത്ത് റെഫറൻസിന് വേണ്ടി നമ്മൾ അവിടെ പോകാറുണ്ട്, ബ്രില്യൻറ്റിൽ പോകാറുണ്ട്. അപ്പം റെഫറൻസിന് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈബ്രറി സൗകര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ അവിടെ ടീച്ചേഴ്സ് ആയാലും നമ്മൾ വാച്ച് ചെയ്യും. പിന്നെ നമ്മൾ അവിടുത്തെ ബുക്ക് എടുത്തിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ ഫിസിക്സിൻ്റെ ആയാലും വർക്കൗട്ടിംഗ് ഒക്കെ നല്ലതായിട്ട് നടക്കുമായിരുന്നു. ബ്രില്യൻറ്റിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ മിസ് ചെയ്ത ഏതെങ്കിലും ഒരു ക്ലാസ് ഉണ്ടോ? അതിപ്പോൾ ഫിസിക്സ് ആവാം, കെമിസ്ട്രി ആവാം, ബയോളജി ആവാം. ഇത്ര പൊളി ക്ലാസ് ഞാൻ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല, ഞാൻ മിസ് ചെയ്തു എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു ക്ലാസ് ഉണ്ടോ? ഓർഗാനിക് കെമിസ്ട്രി ക്ലാസ്സസ് മിസ് ചെയ്യാറുണ്ട് പൊതുവെ. പിന്നെ ഫിസിക്സിൻ്റെ ക്ലാസ്സസും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് സാറുമാരെല്ലാവരും എടുത്തിട്ടുള്ളത്. നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിക്കും നമ്മുടെ ഫിസിക്സിനും ഒക്കെ ഹൈ ഡിമാൻഡ് ആണ് അല്ലേ അമല? എന്തായാലും കൊള്ളാം, നമ്മുടെ ക്ലാസ്സസ് ഒക്കെ കൊള്ളാം, മികച്ചതായിട്ട് പോട്ടെ. ഇവർക്ക് നമുക്ക് കുറച്ച് റാപ്പിഡ് ഫയർ റാപ്പിഡ് ഫയർ ചോദിക്കാം അല്ലേ? പപ്സ് ഓർ ബിരിയാണി? ബിരിയാണി. അവിടെ എന്താ? നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതും ഇപ്പൊ നിങ്ങൾ റിയാലിറ്റിയിൽ ഫേസ് ചെയ്യുന്നതുമായിട്ട് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടോ? അത് നമുക്ക് ഓരോരുത്തരോടും ചോദിക്കണം അല്ലേ അമല? അതെ അതെ, ഉറപ്പായിട്ടും ചോദിക്കണം. അപ്പൊ ഇവിടുന്ന് തുടങ്ങാം. അവിടെ തുടങ്ങിയോ? നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയായിരുന്നു. MBBS ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ, നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ തന്നെ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ പഠിക്കാനും ഉണ്ട്, പക്ഷെ അതേപോലെ തന്നെ എൻജോയ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ലൈഫാണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, കോട്ടയം മെഡിക്കൽ കോളേജ് ആണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ടും എല്ലാം നല്ലതാണ്. നമുക്ക് നമുക്ക് പഠിത്തവും അതുപോലെ തന്നെ എൻജോയ്മെൻറ്റും ഒരേപോലെ കൊണ്ടുപോകണം. അത് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം, അത് മാത്രമേ ഉള്ളൂ. ഓഫ്കോഴ്സ് പഠിക്കാൻ കുറേ ഉണ്ട്. പക്ഷേ ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജ് നമുക്ക് മെഡെക്സ് ആയിരുന്നു കഴിഞ്ഞ മാസം. അപ്പോൾ എൻജോയ് ചെയ്യാൻ അപ്പോൾ എനിക്ക് കുറേ പഠിക്കാനൊക്കെ കുറേ ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രോഗ്രാമും ഉണ്ട്, പഠിക്കാനും ഒരുപോലെ. അക്കാഡമിക്സ് നോക്കുമ്പോൾ നമ്മൾ പഠിക്കണം, അത്രയും നമുക്ക് വാസ്റ്റ് സിലബസാണ്. അപ്പം അങ്ങനെ പഠിക്കണം, നമ്മൾ കുത്തിയിരുന്ന് തന്നെ പഠിക്കണം. പക്ഷേ നമ്മൾ അല്ലാതെ നോക്കുവാണെങ്കിൽ നല്ല എൻജോയ്മെൻ്റ് ഉള്ള ലൈഫ് തന്നെയാണ് ഇവിടുത്തെ. ഓക്കെ, എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ആയിരുന്നു. ലൈക്ക് ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ലൈക്ക് എങ്ങനെ പഠിക്കണം അങ്ങനെയുള്ളതൊക്കെ പറയാൻ കുറേ ആൾക്കാരുണ്ട്. കൾച്ചറൽ ആൻഡ് എവറിത്തിങ് എല്ലാം ഭയങ്കര ബെസ്റ്റാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വളരെ എനിക്ക് തോന്നുന്നു അത്രയധികം അതെ അതെ എല്ലാവരും അത്രയധികം സന്തോഷത്തോടു കൂടി ഇങ്ങോട്ട് അവരുടെ ഒരു ഡ്രീം പ്രൊഫഷനിലേക്ക് എത്തിയതാണ്. വളരെ സന്തോഷം അവരുടെ മുഖത്ത് കാണുന്നുണ്ട്. ബ്രില്യൻറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും മിസ് ചെയ്യുന്ന എന്നാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടാത്ത എന്തെങ്കിലും ഒരു കാര്യം ബ്രില്യൻറ്റിൽ മാത്രമുള്ള സ്പെഷ്യാലിറ്റി എന്തെങ്കിലും ഉണ്ടോ? അവിടുത്തെ എല്ലാവരും ഓരോ ആൾക്കാരും നമുക്കിപ്പോൾ ഓരോ എക്സാം കഴിയുമ്പോൾ നമ്മൾ എന്താ തെറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കുറവ്, അടുത്ത പ്രാവശ്യം എന്ത് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഗൈഡ് ചെയ്യാൻ എപ്പോഴും ഒരാളുണ്ടായിരിക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് മാന്നാനത്ത് ബിജു സാർ ഉണ്ടായിരുന്നു, നമ്മുടെ ക്ലാസ് ടീച്ചർ സ്നേഹ മിസ് ആയിരുന്നു. അപ്പോൾ എല്ലാ കാര്യം വരുമ്പോൾ നമുക്ക് ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടെന്ന് തോന്നി. ഇപ്പോൾ നമ്മൾ തന്നെ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ തന്നെ കുറച്ച് അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉണ്ട്.
അതെ, ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആണ്. അന്ന് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നല്ലേ, സപ്പോർട്ട് ചെയ്യാൻ ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ബിജു സാർ ഉണ്ടായിരുന്നു, നമ്മളൊപ്പം അവരുടെ കൂടെ നമ്മളും ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കുറച്ചുകൂടി ഇൻഡിവിജ്വൽ ആയിട്ടാണ് എല്ലാം ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ബ്രില്യന്റിൽ നിന്ന് മാറിയാൽ കുറച്ച് സപ്പോർട്ടൊക്കെ കുറയും. പക്ഷെ എന്താണ്, മുന്നോട്ട് നമ്മൾ ഒറ്റയ്ക്ക് നടന്ന് വെച്ചോളൂ അല്ലേ അമ്മല? എന്തായാലും കൊള്ളാം. ഇപ്പം കുട്ടികളെല്ലാവരും തന്നെ നമ്മൾ ഓരോരുത്തർക്കും ചോദിക്കുമ്പോഴത്തേക്ക് അവരെല്ലാവരും സ്പെഷ്യൽ മെൻഷൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മുടെ മെന്റേഴ്സ്. അതെ, അപ്പം ഞാൻ നേരത്തെ ഇന്റർവ്യൂ ചെയ്തതിനകത്ത് സ്പെസിഫിക്കലി കുറച്ച് ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെയും നമ്മുടെ മെന്റേഴ്സിനെ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ അവരോടുള്ള സ്പെഷ്യൽ മെൻഷൻ ഒന്നും കൂടെ അറിയിക്കുകയാണ്. താങ്ക്സ് ടു ഓൾ മെന്റേഴ്സ് ബ്രില്യന്റിന് അല്ലേ. കാരണം കുഞ്ഞുങ്ങളെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഓരോ ക്ലാസ്സിലാണെങ്കിലും അതുപോലെ തന്നെ അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും എല്ലാം കൂടെ നിന്ന് അവരെ കൈപിടിച്ച് നടത്താനായിട്ട് നമ്മുടെ മെന്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാ ഗ്രൂപ്പുകാരും അത് പറയുന്നുണ്ട് പ്രത്യേകം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.